ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. എന്താ, ഞാൻ വന്നാൽ കുടിക്കില്ലേ? അത് വല്യമ്മ വഴക്ക് പറയും. മഹാലക്ഷ്മിക്ക് അവളോട് വല്ലാത്ത ദയ തോന്നി. അവളിലെ നിഷ്കളങ്കതയോട് ഒരുപാട് വാത്സല്യവും. അമ്മ ഒരു ഗ്ലാസ് ചായ കൊടുത്തേ. ഇവിടെ നിന്ന് ചായ കുടിച്ചതിന് തന്നെ ആരാ വഴക്ക് പറയുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ശരണിൻ്റെ ശബ്ദം ഒരു വേള ദയയെ ഞെട്ടിച്ചു. ചിരിയോടല്ലാതെ ആ മുഖം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ഗൗരവം. ശബ്ദത്തിലാണെങ്കിൽ പതിവിലേറെ ഗാംഭീര്യവും കലർന്നിട്ടുണ്ട്. മഹാലക്ഷ്മി ദയയ്ക്ക് നേരെ ഒരു ഗ്ലാസ് ചായ നീട്ടി. വാങ്ങണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലകപ്പെട്ടവൾ വിരലുകൾ തെരുത്തു പിടിച്ച് അനങ്ങാതെ നിന്നു. വാങ്ങിച്ചു മോളെ. ദയയിൽ നിന്നും ചലനമൊന്നും ഉടലെടുക്കാതെ വന്നപ്പോൾ മഹാലക്ഷ്മി സ്നേഹത്തോടെ പറഞ്ഞു. ദയയ്ക്ക് ആ വാക്കുകളെ പിന്തള്ളാൻ മനസ്സ് വന്നില്ല. മടിയോടെയാണെങ്കിലും അവൾ ആ ചായ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. ശരണും മഹാലക്ഷ്മിയും പുഞ്ചിരിച്ചു. ഏട്ടൻ എഴുന്നേറ്റില്ലേ അമ്മേ? മുകളിലുണ്ട്. ഗോപുവോ? അവൻ്റെ കൂടെയുണ്ട്. നീ ഈ ചായ ഒന്ന് അവൾക്ക് കൊണ്ടു കൊടുത്തേ. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഐ ആം വെരി സോറി അമ്മ. എനിക്കിപ്പോൾ ഒരു സോങ്ങിൻ്റെ വർക്കുണ്ട്. ഇതും കൊണ്ട് അങ്ങോട്ട് പോയാലേ പിന്നെ ഒന്നും നടക്കില്ല. മഹാലക്ഷ്മിയുടെ കവിളിലൊന്ന് ചുംബിച്ച് ദയയുടെ കവിളിലൊന്ന് തലോടിയവൻ മുറിയിലേക്ക് പോയി. ഞാൻ കൊണ്ടു കൊടുത്താൽ മതിയോ? താൻ കുടിച്ച ഗ്ലാസ് വൃത്തിയിൽ കഴുകി വെച്ച ശേഷം ചായക്കപ്പുമായി പുറത്തേക്ക് പോകാൻ നിന്ന മഹാലക്ഷ്മിയെ നോക്കി ദയ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഇത് കൊടുത്ത് ആ വഴി പോയേക്കരുത് കേട്ടോ. തൻ്റെ കയ്യിലെ കപ്പ് ദയയ്ക്ക് നൽകുമ്പോൾ അവർ കളിയാലെ പറഞ്ഞു. അനുസരണയോടെ തലയാട്ടി ദയ തിരികെ നടന്നു. കോണിപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ കേട്ടു മുകളിലത്തെ നിലയിൽ നിന്നുള്ള ഗോപികയുടെ സംസാരം. മുറിവാതിൽക്കലെത്തി അകത്തേക്ക് തലയിട്ട് നോക്കിയ ദയ ഉള്ളിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം അന്തിച്ചു നിന്നു. നിലത്ത് ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്ക് നടുവിൽ കയ്യിലൊരു ബാഗുമായി ഗോപിക ഇരിക്കുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇന്നലെ ശ്രീറാമിൻ്റെ കയ്യിൽ കണ്ട ബാഗാണതെന്ന് ദയയ്ക്ക് മനസ്സിലായി. കിടക്കയിൽ താടിക്ക് കയ്യും കൊടുത്ത് ഗോപികയുടെ പ്രവൃത്തികളെല്ലാം വീക്ഷിച്ചിരിപ്പുണ്ട് ശ്രീറാം. ഞാൻ കൊണ്ടുവന്നിട്ടില്ല എൻ്റെ ഗോപു. ശ്രീറാമിൻ്റെ സ്വയം ദയനീയമായി. ഗോപിക തല ഉയർത്തി അയാളെ നോക്കി കണ്ണുരുട്ടി. അവളുടെ ചുടികൾ ദേഷ്യവും പരിഭവവും കൊണ്ട് കൂർത്തു വന്നു. ആരോ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ശ്രീറാം വാതിൽക്കലേക്ക് നോട്ടമെയ്തത്. അവനെയും ഗോപികയെയും വീക്ഷിച്ച് കയ്യിലൊരു കപ്പുമായി മടിയോടെ നിൽക്കുന്ന ദയയെ കണ്ടവൻ മൃദുലമായി പുഞ്ചിരിച്ചു. അതേ നിമിഷം ഒരു ഷർട്ട് ഊക്കോടെ വന്നവൻ്റെ മുഖത്ത് പതിച്ചു. മുഖത്ത് നിന്ന് ഷർട്ട് മാറ്റി ശ്രീറാം ഗോപികയെ നോക്കി. അവൾ സംഹാര രൂപിയായി നിൽക്കുന്നു. ശ്രീറാമിൻ്റെ മുഖം നിസ്സഹായതയോടെ മങ്ങി. എന്നാൽ നന്നേ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന ഒരു കുസൃതി ചിരി ആ ചുണ്ടിൽ തത്തുന്നത് ദയ കൗതുകത്തോടെ കണ്ടു നിന്നു. എൻ്റെ ഗോപു, നീയൊന്ന്... ഏട്ടനൊന്നും പറയണ്ട. തൻ്റെ ദേഷ്യം തീർക്കാനെന്നോണം നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി അവൾ വീണ്ടും കയ്യിൽ കിട്ടിയ ജീൻസ് എടുത്ത് ശ്രീറാമിൻ്റെ നേരെ എറിഞ്ഞു. അതും കൃത്യമായി അയാളുടെ മുഖത്ത് തന്നെ വന്നു വീണു. എൻ്റെ ഗോപു, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നിന്നെ ഞാൻ മറക്കില്ല. ഇത്തവണ ഒരു അബദ്ധം പറ്റിയതാ. ഫോർഗിവ് മീ പ്ലീസ്. എന്നെ മറന്നല്ലേ? ചോദിക്കുമ്പോൾ ഗോപികയുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ട് ശ്രീറാം കിടക്കയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് മുറിക്കൊരറ്റത്തെ മേശവലിപ്പ് തുറന്ന് ഒരു പാക്കറ്റുമായി അവൾക്കരികിൽ വന്നു നിന്നു. ഡോണ്ട് ക്രൈ. ദാ ഇത് നോക്ക്. ഗോപിക കണ്ണുകൾ തുടച്ച് അവൻ്റെ കയ്യിൽ നിന്നും പാക്കറ്റ് വാങ്ങി ആവേശത്തോടെ തുറന്നു നോക്കി. നിറയെ മിഠായികൾ. അവളുടെ കണ്ണുകൾ തിളങ്ങി. വാവ്, ടോബ്ലറോൺ, മൈ ഫേവറിറ്റ്. താങ്ക് യു. ശ്രീറാമിൻ്റെ കഴുത്തിൽ തൂങ്ങി അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. ആ സ്നേഹച്ചൂടിൽ അയാളുടെ ചുണ്ടുകൾ വിരിഞ്ഞു. പെട്ടെന്നാണ് അവന് ദയയെ ഓർമ്മ വന്നത്. ഗോപികയെ ദേഹത്ത് നിന്നും അടർത്തി മാറ്റി ശ്രീറാം ദയയെ നോക്കി. അവൾ അപ്പോഴും കയ്യിൽ ആ കപ്പുമായി നേരത്തെ നിലയുറപ്പിച്ച സ്ഥാനത്ത് തന്നെ ഒരിഞ്ച് മാറാതെ അവരിരുവരെയും നോക്കി നിൽപ്പാണ്. ഇങ്ങ് കയറി വാടോ. ആ നിമിഷമാണ് ഗോപികയും ദയയെ കണ്ടത്. ഞാൻ ഗോപികയ്ക്ക് ചായ. ദയ വിക്കി വിക്കി പറഞ്ഞു. നീ അവിടെ നിന്ന് ഞാൻ എങ്ങനെയാ ദച്ചു ചായ കുടിക്കാം? ഇങ്ങ് വാ നീ. ഇവിടെ ആരും നിന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. എന്തൊരു പേടിയായത്? ദയയുടെ മുഖം താഴ്ന്നു. തൻ്റെ കയ്യിലെ പാക്കറ്റ് കിടക്കയിലേക്കിട്ട് ഗോപിക ചെന്ന് ദയയെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കയറ്റി. അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് പിടിച്ചു വാങ്ങി മേശപ്പുറത്ത് വെച്ച് ഗോപിക അവളെയും കൂട്ടി കിടക്കയിലേക്കിരുന്നു. ശേഷം പാക്കറ്റിൽ നിന്നും ഒരു വലിയ ബാർ ചോക്ലേറ്റും എടുത്ത് ദയയ്ക്ക് നേരെ നീട്ടി. വെയിറ്റ്. ശ്രീറാം ചെന്ന മേശവലിപ്പിൽ നിന്നും ഗോപികയ്ക്ക് നൽകിയ പോലെ ഒരു പാക്കറ്റ് പുറത്തെടുത്ത് ദയയ്ക്ക് നേരെ നീട്ടി. ദയ ആകെ പരിഭ്രമിച്ചു.
ശ്രീറാമിനെയും അവൻ്റെ കയ്യിലടങ്ങിയിരിക്കുന്ന പാക്കറ്റും മാറി മാറി നോക്കി അവൾ വേണ്ടെന്ന അർത്ഥത്തിൽ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു. വാങ്ങിക്ക് ദച്ചു. വേണ്ട, നീ എടുത്തോ. എൻ്റെ കയ്യിലല്ലേ ഒരെണ്ണ ഇരിക്കുന്നത്. ഇതേട്ടൻ നിനക്ക് തരുന്നതല്ലേ, വാങ്ങിക്ക്. എന്നിട്ടും ദയമടിച്ചു. ആദ്യമായിട്ടാണ് ഒരാൾ തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എന്തെങ്കിലും നീട്ടുന്നത്. ഇടുന്ന വസ്ത്രങ്ങൾ പോലും സ്വാതി ചേച്ചിയുടെ പഴകിയ തുണികളാണ്. മുത്തശ്ശൻ തനിക്കെന്ന് പറഞ്ഞ് വാങ്ങുന്ന വസ്ത്രങ്ങളെല്ലാം വല്യമ്മ തന്നിൽ നിന്നും പിടിച്ചു വാങ്ങി മകൾക്ക് നൽകും. ഇട്ട് പഴകുമ്പോൾ അത് തന്നെ എടുത്ത് തനിക്ക് നേരെ എറിഞ്ഞു തരും. എന്താ നീ ആലോചിച്ചു കൂട്ടുന്നത്? ഗോപിക ദയയെ പിടിച്ചു കുലുക്കി അമർഷത്തോടെ ചോദിച്ചു. ഒന്നുമില്ല. ഡോ, ഒരാൾ സ്നേഹത്തോടെ വച്ച് നീട്ടുന്നതൊന്നും തിരസ്കരിക്കാൻ പാടില്ല. അത് അയാൾ അപമാനിക്കുന്നതിന് തുല്യമാകും. ശ്രീറാമിൻ്റെ വാക്കുകൾ ദയയെ വേദനിപ്പിച്ചു. അവൾ ധൃതിയിൽ എഴുന്നേറ്റ് അയാൾക്ക് മുന്നിൽ തല കുനിച്ചു നിന്നു. ഞാൻ അങ്ങനെയല്ല. അവിടെ ആരെങ്കിലും എൻ്റെ കയ്യിൽ ഈ പൊതി കണ്ട എനിക്ക് വഴക്ക് കേൾക്കും. ഞാൻ ഇവിടുന്ന് മോഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. പറഞ്ഞു തീർന്നപ്പോഴേക്കും ദയയുടെ കണ്ണുകൾ തുളുമ്പിപ്പോയിരുന്നു. ശ്രീറാം ആകെ വല്ലാതായി. ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അവന്. ആ പെണ്ണിൻ്റെ മിഴികളിൽ നിന്നും ചിന്നിച്ചിതറുന്ന ഓരോ തുള്ളി കണ്ണുനീരിലും ഒരുപാട് അനുഭവങ്ങൾ ഇഴുകിച്ചേർന്നിരുന്നു. ഇല്ലാ കഥകളുടെയും അപമാനങ്ങളുടെയും അവഗണനകളുടെയും എല്ലാം നോവുന്ന ദുസ്സഹമായ അനുഭവങ്ങൾ. ഏയ്! ശ്രീറാം അവളെ സമാധാനിപ്പിക്കാനായി തുടങ്ങിയതും ദയ തിരിഞ്ഞോടി. ധൃതിയിൽ കോണിപ്പടിയിൽ ഇറങ്ങി ഹാളിലിരിക്കുന്ന മഹാലക്ഷ്മിയെയോ ഉമ്മറത്തിരിക്കുന്ന ഉദയനെയോ വകവയ്ക്കാതെ വീട്ടിലേക്ക് ചലിച്ചു. കോവിലകത്തെ തെക്കേയറ്റത്തെ മുറിയിലെ ബാൽക്കണിയിൽ നിന്നും പുറം കാഴ്ചകളിലേക്ക് കണ്ണും നട്ട് മൗനമായി നിൽക്കുകയായിരുന്നു കൈലാസ്. തനിക്കരികിലേക്ക് ആരോ നടന്നെടുക്കുന്ന പോൽ തോന്നിയപ്പോഴവൻ തലചരിച്ച് പിന്നോട്ട് നോക്കി. കൈകൾ തമ്മിൽ കൊരുത്ത് അല്പം പരിഭ്രമത്തോടെ നിൽക്കുന്ന സ്വാതിയെ കണ്ടവന് ഒന്ന് പുഞ്ചിരിച്ചു. തിരികെ അവളും. കണ്ണേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? നത്തിങ്. ഓരോന്നൊക്കെ ഓർത്ത് വെറുതെ ഇങ്ങനെ. കൈലാസ് സ്വാതിയിൽ നിന്നും മുഖം വെട്ടിച്ച് കൈവരിയിൽ കൈകളൂന്നി വീണ്ടും പുറം കാഴ്ചകളിലേക്ക് മെഴുക നീട്ടി. കണ്ണേട്ടാ, ഏട്ടന് ശരിക്കും ദയയെ ഇഷ്ടമാണോ? മുഖവുര ഏതും കൂടാതെയുള്ള സ്വാതിയുടെ ചോദ്യം കേട്ട് കൈലാസ് നെറ്റി ചുളിച്ച് സ്വാതിക്ക് അഭിമുഖമായി നിന്നു. അല്ല, അവളെപ്പോലൊരുത്തിയെ ഏട്ടൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചപ്പോൾ ചോദിച്ചു പോയതാ. അവൾക്കെന്താ കുഴപ്പം? സ്വാതിയുടെ വാക്കുകളോടുള്ള അമർഷം പുറമെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവൻ മറു ചോദ്യം ചോദിച്ചു. അവൾക്കില്ലാത്ത കുഴപ്പമുണ്ടോ? ഏട്ടനൊരു MBA-കാരൻ, പോരാത്തതിനൊരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിൽ നല്ലൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അവളോ 10 പോലും തികയാത്തൊരു വിഡ്ഢി. ശരിക്കും പറഞ്ഞ ഒരു 7ാം ക്ലാസ്സുകാരി. ഈ വീടിനപ്പുറത്തേക്ക് ഒരു ലോകമുള്ളത് അവൾക്കറിയുമോ? ആരോടെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അവൾക്കറിയുമോ? അതും പോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം കൊടുക്കാനെങ്കിലും അറിവുണ്ടോ അവൾക്ക്? കൈലാസ് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാളും ചിന്തിക്കുകയായിരുന്നു ദയയെക്കുറിച്ച്. കൈലാസിൻ്റെ മുഖം മാറിയത് കണ്ടപ്പോൾ സ്വാതിക്ക് തന്നിലുള്ള ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചു. അവളിങ്ങനെ പാവം പോലെ നടക്കുന്നത് കണ്ടിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ അതിൽ കാര്യമില്ല ഏട്ടാ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏട്ടൻ അവളെ ഏട്ടൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. അവൾ ഏട്ടനെ നാണം കെടുത്തും, ഇറ്റ്സ് ഷുവർ. പിന്നെ മറ്റൊരു കാര്യം, അവൾ അത്രയ്ക്ക് പാവമൊന്നുമല്ല. ഞാനൊന്നും പറയുന്നില്ല, ഏട്ടനെ വഴിയാ മനസ്സിലായിക്കോളും. അയാൾക്കുള്ളിൽ ഒരു തീപ്പൊരി വാരി വിതറിയവൾ അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തിരികെ നടന്നു. വാതിൽക്കൽ അവളെ കാത്ത് സാവിത്രിയും ഉണ്ടായിരുന്നു. തമ്മിൽ ഗൂഢമായൊരു പുഞ്ചിരി കൈമാറി ഇരുവരും സ്വാതിയുടെ മുറിയിലേക്ക് നീങ്ങി. തങ്ങളുടെ ലക്ഷ്യം വിജയിച്ചതിൻ്റെ ആശ്വാസത്തോടെ, സംതൃപ്തിയോടെ.